അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാംഗ്ലൂരിൽ നടന്ന വളരെ ഗൗരവമുള്ളൊരു സംഭവം. ചെറിയ മക്കൾ ശ്രദ്ധിക്കണം, ഇത് അപകടമാണ്. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഇത് അവസാനം വരെ കേട്ടിരിക്കണം. വളരെ നിസ്സാരമായി നാം കാണുകയാണെങ്കിൽ ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ വീട് കണ്ണീറാകാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി ഇത് അവസാനം വരെ കേൾക്കണം. നമുക്കിത് വളരെ നിസ്സാരമായി കാണാറുണ്ട്. കാരണം നമ്മുടെ മദ്രസയിലേക്കൊന്നും അതിരാവിലെ പോയാൽ നമുക്ക് കാണാം, വല്ലാത്ത സങ്കടമുണ്ട്. അവിടുത്തെ ഉസ്താദന്മാർ എത്ര ഉപദേശിച്ചാലും അവർക്ക് അത് പ്രശ്നമേ അല്ല. കാരണം ചെറിയ ഒരു പ്രായം പൂർത്തിയാകാത്തൊരു കുട്ടിയാണ് ബൈക്ക് മേലെ സഞ്ചരിക്കുമ്പോൾ അവനെ പോലീസ് പിടിക്കപ്പെട്ടിട്ട് 26,000 രൂപയാണ് പിഴ ചോദിച്ചത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് നിങ്ങൾ ചെയ്യുന്നത് വലിയ പരിശുദ്ധ ദീനിന് എതിരാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മുടെ മക്കൾ ഈ പ്രായത്തിൽ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നമുക്ക് എന്താണ് ഇത് ദീനിന് എതിരായൊരു പ്രവൃത്തിയാണ്. മദ്രസയിലിരിക്കുന്ന 9ാം ക്ലാസ് 10ാം ക്ലാസ് +2 പഠിക്കുന്ന മക്കളൊക്കെ ബൈക്ക് മേലെയാണ് മദ്രസയിലേക്ക് വരുന്നത്. ദീനിയായ ഉലൂമുകൾ പഠിക്കാൻ വേണ്ടി വരുന്നത്. പരിശുദ്ധമായ ദീൻ ഖുർആൻ എതിരായ ഖുർആൻ എതിരായി കൊണ്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടാണ് അതിരാവിലെ മദ്രസയിലേക്ക് വരുന്നത്. നിങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഗൗരവത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി. കാരണം പ്രായപൂർത്തിയാകുന്നതിന് 18 വർഷം ആകുന്നതിന് മുമ്പ് ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ സർക്കാർ നിയമം, അത് നിങ്ങൾ പാലിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ്റെ ഒരു ആയത്ത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വാത്തിഉർ റസൂല ഉലുൽ അംരി മിൻകും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഓ സത്യവിശ്വാസികൾ, നിങ്ങൾ അല്ലാഹുവിനനുസരിക്കുക, വാത്തിഉർ റസൂല, നിങ്ങൾ റസൂലിനനുസരിക്കുക, ഉലുൽ അംരി മിൻകും, അതായത് ഇവിടുത്തെ സർക്കാർ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. സർക്കാർ നിയമം ശരീഅത്തിന് വിരുദ്ധമല്ലെങ്കിൽ പാലിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അത് നാം ചെയ്തിരിക്കണം. നമ്മുടെ ശരീഅത്ത് നിവൃദ്ധമല്ല. കാരണം ഇത്ര നിയമങ്ങളൊക്കെ അവഗണിച്ചാൽ ഇവിടെ പല അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ, സർക്കാർ നിയമങ്ങൾ ശരീഅത്തിന് എതിരല്ലെങ്കിൽ ഉലുൽ അംരി മിൻകും, നിങ്ങൾ പാലിക്കണമെന്നാണ്, അനുസരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുല്ലുക്കും റാഇ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തി. കാരണം അവരുടെ മക്കളുടെ പ്രവൃത്തിയെക്കുറിച്ച് അള്ളാഹു നാളെ ചോദിക്കപ്പെടും. നിങ്ങളുടെ മക്കൾ ചെയ്ത് ഈ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടായാൽ, അപകടം വേണ്ട, ഇവരിങ്ങനെ സഞ്ചരിക്കുന്നത് തന്നെ പാടില്ലാത്ത കാര്യമാണ്. കാരണം മക്കളുടെ കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ശ്രദ്ധിക്കാതെ ബൈക്കിന് മേലെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ഉത്തരം പറയണം. ഓരോ ഓട്ടത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറഞ്ഞു. മദ്രസയിലേക്ക് ബൈക്ക് മേലെ സഞ്ചരിച്ച് വരുന്ന പൊന്നുമക്കളെ അവർക്കൊന്നും ഈ വീട് എത്തിച്ചു കൊടുക്കുക. അവർക്ക് വിചാരിച്ച് ഇതൊന്നും ഹറാമൊന്നുമല്ല, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇത് നമുക്ക് ചെയ്യാമെന്ന്. മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. മാതാപിതാക്കളാണ് ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, റുഫിയൽ കലാമൻ സലാസത്തിൻ, 3 ആളെ കൊണ്ട് പേര് ഉയർത്തപ്പെട്ടിരിക്കുന്ന നായിമി, അതായത് ഉറങ്ങുന്ന ആൾ, ഹത്ത യസ്തൈഖദു, അവൻ ഉണർന്നത് വരെ. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനത് ഉറങ്ങുന്നവന് അവന് ഉത്തരവാദിയല്ല. അതേ സമയത്ത് സ്വബി അവർക്ക് പ്രായം പൂർത്തിയാകുന്നത് ഉത്തരവാദി മാതാപിതാക്കളാണ്. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും വളരെ ഗൗരവമുള്ളതാണ്. അതുപോലെ മജ്നൂൻ, ഭ്രാന്തനായ മനുഷ്യൻ, അവനിക്ക് അക്കല് വരുന്നത് വരെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ അതിൻ്റെ ഉത്തരവാദിയല്ല. പിന്നെ ആരാ ഉത്തരവാദി? കുട്ടികളിങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അതാണ് വാലൽ മാർഇ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ മേലെ നിർബന്ധമാണ് ഇവിടുത്തെ സർക്കാർ നിയമങ്ങൾ അനുസരിക്കുക, പാലിക്കുക എന്നുള്ളത്. ലാ ളററ വലാ ളിറാറലെ ഹദീസല്ലേ ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപകട സാധ്യതയുള്ള പ്രവൃത്തികൾ ശരീഅത്തിനെ നിരോധിതമാണ് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. നമുക്ക് മനസ്സിലാക്കണ്ടേ. ഇതൊക്കെ നമ്മുടെ മക്കളെ വലിയ സങ്കടമുണ്ട്. നാം രാവിലെ ഒന്ന് എല്ലാ മദ്രസകളിലേക്കൊന്നും ഇങ്ങനെ സഞ്ചരിക്കണം. നോക്കണം, രാവിലെ മദ്രസയിലേക്ക് മക്കൾ ബൈക്കും മേലെ വരികയാണ്. അവിടുത്തെ ഉസ്താദന്മാർ പറയുന്നു, ഒന്നും അവഗണിക്കുകയാണ്. കാരണം വീട്ടിൽ മാതാപിതാക്കൾ എടുത്തിട്ട് നിങ്ങൾ ഓരോ ദിവസം മക്കളെ കൊണ്ട് ചെയ്യിക്കുന്നത് തെറ്റാണ്. ഖുർആന് വിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ സർക്കാർ നിയമം നമ്മുടെ മക്കളെ അനുസരിക്കണം. അത് ശരീഅത്തിന് വിരുദ്ധമല്ലെങ്കിൽ നമ്മുടെ ബാധ്യതയാണ്. അതിന് വിരുദ്ധമായി നാം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ഉണ്ടാകും. കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും.
വിശുദ്ധ ഖുർആൻ മറ്റൊരായത്ത് ഇങ്ങനെയാണ്, വലാ തഖ്തുലു അൻഫുസക്കും, കാരണം നിങ്ങളെ സ്വയം കൊല്ലരുത് എന്നാണ്. എത്ര മക്കളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെട്ടു പോയത്. എത്രത്തോളം പിഴ ചോദിച്ചാൽ ആ പിഴ നിർബന്ധമായി അടക്കണം. അതിൽ ഒഴിവ് കഴിവൊന്നും പറയാൻ പാടില്ല. കാരണം ആ ചെയ്ത തെറ്റിൻ്റെത് എവിടെയും ശിക്ഷ അനുഭവിക്കണം, പരലോകത്തും ശിക്ഷ ഉണ്ട് എന്നാണ്. ഇവിടുത്തെ കാര്യമുടയവരെ അല്ലേ, നിങ്ങൾക്കിടയിലുള്ള ഭരണാധികാരികളെ അനുസരിക്കുക എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഏത് ഉസ്താദന്മാരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ, ഓലുൽ അംരി മിൻകും എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഭരണാധികാരികളെ അനുസരിക്കുക എന്നുള്ളതാണ് അല്ലേ. യാ അയ്യുഹല്ലദീന ആമനു, വിശുദ്ധ ഖുർആൻ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ച് പറയുകയാണ് അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും സത്യനിഷേധികളെ അങ്ങനൊന്നും അല്ലല്ലോ വിളിച്ച് പറയുന്നത്. നരകമുണ്ടെന്ന് വിശ്വസിച്ചവരെ അല്ലേ, സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചവരെ, ഖബറിൽ കിടക്കണമെന്ന് വിശ്വസിച്ചവരെ, നിങ്ങൾക്കും ഇത് ബാധ്യതയാണ്, മറ്റുള്ളവർക്ക് മാത്രമല്ല നിങ്ങളും ഇത് അനുസരിച്ചിരിക്കണമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ബൈക്കുമേലെ പോകുന്ന ഓട്ടം കണ്ടാൽ പേടിച്ചു പോകും ആളുകൾ. കാരണം അത്രയും സ്പീഡിലൂടെയാണ് അല്ലേ, ധൃതി പിടിച്ചിട്ടാണ് മദ്രസയിലേക്ക് ഓടി വരുന്ന ചില മക്കളൊക്കെ നമുക്ക് കാണാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഗൗരവത്തോടു കൂടി നിർത്തിവെക്കണം. ഇതൊരിക്കലും നാം ചെയ്യുന്നത് വലിയ തെറ്റാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ്, ഖുർആൻ ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ്. നമ്മളെ മക്കളെ കൊണ്ട് അതിരാവിലെ തന്നെ ഞങ്ങൾ ചെയ്യിപ്പിക്കുന്ന തിന്മയാണ്. ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും, കാരണം ഇതുവരെയൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ കണക്കിലെടുത്തിട്ടുണ്ടാവില്ല, ഇത് വലിയ വിഷയമായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ കൃത്യമായി, ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന്, ഇത് ഖുർആൻ എതിരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ കൃത്യമായി. അപ്പോൾ ഇനി ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കളെ ആവർത്തിക്കരുത്. നാം തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് തെറ്റായ പ്രവൃത്തി ചെയ്യിപ്പിക്കുക ഒരിക്കലും ചെയ്യരുത്. അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ലെ റഅയ്യത്തി എന്നാണ്. റഅയ്യത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കീഴിലുള്ളവരുടെ പ്രവൃത്തിയെക്കുറിച്ച് നാം അതിൻ്റെ ഉത്തരവാദിയാണ്. അതിന് മാതാപിതാക്കളാണ് അതിൻ്റെ ഉത്തരവാദികൾ. അവർ തന്നെ അതിലേക്ക് മറുപടി പറയേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ദീനിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനും വിധിവിലക്ക് കൃത്യമായി പഠിച്ചിരിക്കുകയും അത് പ്രാവർത്തികമാക്കുക. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തി നമ്മുടെ കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കൊരു ശക്തമായ നിയമമെടുക്കണം. അത്തരത്തിലുള്ള മദ്രസയെ, അത്തരത്തിലുള്ള കുട്ടികളെ മദ്രസയിലേക്ക് എടുക്കരുത്. കമ്മിറ്റി ഇതിൽ ഇടപെട്ടാൽ ഇത് കാര്യം സാധിക്കും. കാരണം ഉസ്താദന്മാർ ബായി കൊണ്ട് പറഞ്ഞാൽ നല്ല അനുസരണമുള്ള മക്കളൊക്കെ ഇത് കേൾക്കും, മറ്റുള്ളവരൊക്കെ ഇത് അവഗണിക്കും. അത് കമ്മിറ്റിമാരുമായി ഇത്തരത്തിലുള്ള മക്കളെ മദ്രസയിൽ എടുക്കരുത് എന്ന് ഉസ്താദന്മാരോട് പറഞ്ഞാൽ കൃത്യമായ ഉസ്താദന്മാർ അത് നടപ്പിൽ കൊണ്ടുവരും. കാരണം അവർക്ക് ഫലമായി ഇവിടുത്തെ കമ്മിറ്റിമാർ അവരുടെ പിന്നിരിക്കുമ്പോൾ അവർക്ക് ശക്തമായ നിയമങ്ങൾ അവരുടെ മദ്രസ തലത്തിൽ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കാതെ. അതല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഈ ഒരു നിയമം ചെയ്താൽ ചില ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ കമ്മിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ടവരുടെ മക്കളായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താകും, ആ ഒരു നിയമം അത് വലിയ പ്രശ്നമാക്കും. കാരണം ചില ജമാഅത്തൊക്കെ നല്ല നല്ല ജമാഅത്ത്, ഞാനൊക്കെ ജോലി ചെയ്യുന്ന ജമാഅത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ജമാഅത്തുകളുടെ പ്രശ്നങ്ങളും അടിയും കുത്തൊന്നുമില്ല. ചില ജമാഅത്ത് അങ്ങനല്ലല്ലോ, ചെറിയ വിഷയത്തിൽ മക്കളുടെ വിഷയത്തിലാണ് കൂടുതൽ അടിക്കാനും പിടിക്കാനും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയമാണെന്ന് പറഞ്ഞൊരു ഉസ്താദന്മാർ പിന്നെ അതിനെ കാര്യമാക്കലില്ല, പിന്നെ അവർക്ക് വിട്ടതല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇനി മുതലെങ്കിലും ഇത് ശ്രദ്ധിക്കണം. ഇത് നാം ചെയ്യുന്നത് നമ്മളെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തെറ്റായ പ്രവൃത്തിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.